സൂപ്പർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാത്സിലെ പ്രോബ്ലമാണ് എടുത്തേക്കുന്നത്. ഇത്തിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസുകളിൽ പെടുന്നതാണ്. നമ്മുടെ JEE-ക്കൊക്കെ ചോദിക്കുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ. അത്രയ്ക്ക് ടഫും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഈസി അല്ല. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നതിന് കാരണം ഇതിനുള്ളിലുള്ള സ്റ്റെപ്സുകളും രണ്ടാമത്തെ ഇതിനുള്ളിലൊരു പുതിയൊരു ഓപ്പറേഷനും നിങ്ങളത് പഠിക്കാനുള്ളതാണ്. നമ്മൾ സാധാരണ അങ്ങനെ അത് പഠിച്ച് വന്നിട്ടില്ല. അപ്പോൾ അതുകൂടെയാണ് ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ ഏറ്റവും നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്നവർക്ക് ഈ പ്രോബ്ലം നല്ല സഹായകരമാവും. എല്ലാവരും കൊണ്ട് ശ്രദ്ധിച്ചോണം. നോട്ട്ബുക്കിൽ പറ്റുന്നെങ്കിൽ എഴുതിയെടുത്തോണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 ഇയറിനാണെങ്കിൽ അങ്ങനെ എല്ലാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇഫ് ലോഗ് x³ മൈനസ് y³ ഡിവൈഡഡ് ബൈ x³ പ്ലസ് y³ ബേസ് 10 ഈസ് ഈക്വൽ ടു 2 ദെൻ dy/dx ഈക്വൽ ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു എക്സ്പ്രഷൻ തന്നിട്ട് ഇവിടുന്ന് dy/dxനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് പല രീതിയിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾക്ക് ഏറ്റവും എളുപ്പവഴിയാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം ഇതിനെ ലോഗിനെ കളയാനുള്ള വഴി പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടി നോക്കിക്കോണേ. ലോഗ് a⁴ ഈക്വൽ ടു c. ഈ ലോഗരിതമിക് എക്സ്പ്രഷൻ നിന്നും ലോഗിനെ കളയുമ്പോൾ ദിസ് a ഈക്വൽ ടു ഇവനെ അങ്ങോട്ട് ഇന്ന് b⁻c. ഇതാണ് ലോഗിനെ കളയുന്ന സ്റ്റെപ്പ്. മീൻസ് ഈ എക്സ്പോണൻറ്റിൽ എഴുതിയേക്കുന്ന രീതി. ദിസ് a ഈക്വൽ ടു b⁻c. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതിയത്? ലോഗ് ദണ്ട് ഇത്രയാണ് നമ്മുടെ a, അവിടുത്തെ a, ഇതാണ് നമ്മുടെ b, ഇതാണ് നമ്മുടെ ആരാ c. അവിടുന്ന് അപ്പോൾ a ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ എന്തായിരിക്കും? x³ മൈനസ് y³ ഡിവൈഡഡ് ബൈ x³ പ്ലസ് y³ ഈസ് ഈക്വൽ ടു ഇതങ്ങോട്ട് ചെന്ന് 10² എന്നാവും. ഓക്കെ, 10² എന്ന് പറഞ്ഞാൽ എത്രയാണത്? 100 ആവും. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ 10² അങ്ങ് വെട്ടിക്കളയുവാണ്. 100 എന്നങ്ങ് എഴുതുക. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേണമെങ്കിൽ അവിടെ എത്തിക്കാം, അല്ലേ? dy/dx. പക്ഷേ നോക്കിക്കേ, ആൻസറൊക്കെ ഇതേപോലെ എത്തണം. ഇതിന് ഇത്തിരി വേറെ വഴിയാണ് അതാണ് പുതിയ ഓപ്പറേഷൻ. എല്ലാവരും ശ്രദ്ധിക്കുക. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്നാണ് ആ ഓപ്പറേഷൻ്റെ പേര്. CD ഓപ്പറേഷൻ എന്നാണ്. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. ഓക്കെ, എല്ലാവരും ഒന്നും കേട്ട് കാണത്തില്ല. ഇതാണ് ഇപ്പോൾ a/b ഈക്വൽ ടു c/d. ഇതൊരു ഫ്രാക്ഷനാണ് ആണല്ലോ. a/b എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ c/d എന്ന് പറഞ്ഞ മറ്റൊരു ഫ്രാക്ഷനുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്കൊരു പുതിയ എക്സ്പ്രഷൻ എഴുതാൻ മോനെ. ദാറ്റ് ഈസ് a-b ബൈ എന്നോ അല്ലെങ്കിൽ a+b ബൈ എന്നോ a+b/a-b ഈക്വൽ ടു c+d ബൈ c-d ഇങ്ങനെ എഴുതാം. ഓക്കെ, ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. ഇവിടെ അത് തന്നെ, ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മോനെ. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 5/10 ഈക്വലല്ലേ മോനെ? 1/2 എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാ? 5/10 ഈക്വലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, ഒരു പുതിയ ഓപ്പറേഷൻ നോക്കിക്കേ. ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ 1 + 2 ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ 1 - 2 ഈക്വൽ ടു ഇവിടെ അതുപോലെ തന്നെ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. ആൻസർ ന്യൂമറേറ്റർ ഈസ് എത്ര? 1 + 2 3 ഡിവൈഡഡ് ബൈ -1. അവിടെ എത്ര മോനെ? 15 ഡിവൈഡഡ് ബൈ -1 മൈനസ് 5 -5. ഓക്കെ, ഇത് ഈക്വലല്ലേ? 3/-1 -3 15/-5 -3 തമ്മിൽ ഈക്വലായല്ലോ. അപ്പോൾ ഇങ്ങനെ പുതിയൊരു ഓപ്പറേഷൻ നടത്തി കിട്ടുന്നതും ആദ്യത്തെ ഈ ഫ്രാക്ഷനുമായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനിയുണ്ട് ഇതിൻ്റെ വേറെ ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോയുടെ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഞാനത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, ഇത് a ഉണ്ട്. ഈ a ഏതാണ് കേട്ടല്ലോ? ഇത് b. അപ്പോൾ ഇവിടെ c ഇവിടെ ഉണ്ട്. അപ്പോൾ d ഇല്ലാത്തതിന് നമ്മൾ 1 എന്നങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും a/b c/d ആണ്. a/b ഈക്വൽ c/d. ഇനി അത് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 100 + 1 ഡിവൈഡഡ് ബൈ 100 - 1. അപ്പോൾ രണ്ടിടത്തും ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ, അത് പുതിയ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ താഴത്തെ പുതിയ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ.
എ പ്ലസ് ബി മണ്ടയ്ക്ക് എഴുതും, എ മൈനസ് ബി താഴെ എഴുതും. സി പ്ലസ് ഡി മണ്ടയ്ക്ക് എഴുതും, സി മൈനസ് ഡി താഴെ എഴുതും. ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക് എഴുതുന്നു, ഇതേ മൈനസ് ഇത് താഴെ എഴുതുന്നു. ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. എല്ലാം ഇതും അതും ഓക്കെ ആയി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ബ്രാക്കറ്റൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്ത് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് വൈ ക്യൂബും പ്ലസ് വൈ ക്യൂബ് എന്തായി പോകും മോനെ? ക്യാൻസൽ ആവും. എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ആരായി? 2x ക്യൂബ്. ഇവിടെ എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മൈനസ് വൈ ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 2y ക്യൂബ് ഈസ് ഈക്വൽ 100 + 1 101/99. ശരിയാണ് അല്ലേ? ഓക്കെ ആണല്ലോ. ഇവിടെ നിന്ന് 2 ഒക്കെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് ഈക്വൽ ടു 101/99. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കിക്കേ ക്യൂബ് റൂട്ടുകൾ എടുക്കാം. എക്സ് ക്യൂബ് ബൈ വൈ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ -x/y എന്നായിരിക്കും കേട്ടോ. ക്യൂബ് റൂട്ട് എടുക്കുക കേട്ടോ, അപ്പോൾ സിമ്പിൾ ആവും. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 101/99 ഹോൾ റൈസ് ടു 1/3. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് y/x എന്ന് എഴുതാം. ശരിയല്ലയോ? അവിടെ നിന്ന് y = നോക്കാം, അവിടെ നിന്ന് ഡിവൈസിനെ കണ്ടുപിടിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സ്പേസ് ഒന്നും ഇല്ലാതായിപ്പോയി. -y/x ശരിയല്ലയോ? തിരിച്ചിട്ടു. ഇതിനെ തിരിച്ചിടുമ്പോൾ 99 ഡിവൈഡഡ് ബൈ 101/1/3. രണ്ടിൻ്റെയും റെസിപ്രോക്കൽസുകൾ നമ്മൾ എടുത്തു. അപ്പുറം റെസിപ്രോക്കൽ എടുത്തു, ഇപ്പുറം എന്തെടുത്തു? റെസിപ്രോക്കൽ. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടുന്ന് y ഈസ് ഈക്വൽ ടു എന്ന് എഴുതും. അപ്പോൾ -y/x ഈക്വൽ ഇതെന്ന് കിട്ടും കേട്ടോ. ഇവിടുന്ന് y ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ എന്ത് കിട്ടും? വേണ്ട, ഈ y ഈക്വൽ എഴുതുമ്പോൾ x അങ്ങോട്ട് പോയി 99/101/1/3 എന്ന് എഴുതി. ഈ മൈനസ് കൂടെ ഇവിടെ കൊടുത്തു, ഇവിടെ എക്സും കൊടുത്തു. നോക്ക്, ഈ എക്സ് അങ്ങ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടെ എത്തി, ഈ മൈനസ് കൂടെ ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ y ഈക്വൽ ടു ഇപ്പോഴാണ് നമുക്ക് y ഈക്വൽ ടു രണ്ട് മോനെ y ഈക്വൽ ടു 5x പോലെയൊക്കെയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. y ഈക്വൽ ടു 5x പോലെയൊക്കെയുള്ള ഒരു സിമ്പിൾ എക്സ്പ്രഷൻ ആയി കേട്ടോ. y ഈക്വൽ ടു ഒരു നെഗറ്റീവ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, -5x പോലെ നമുക്കറിയാം. y ഈക്വൽ ടു -5xൻ്റെ dy/dx എത്ര മോനെ? ഡിവൈസ് എന്ന് പറഞ്ഞാൽ -5 × 1 -5. അതേപോലെ y ഈക്വൽ ടു ദിസ് ഇൻറ്റു x എന്ന ഇതൊരു കോൺസ്റ്റൻ്റ്. അപ്പോൾ dy/dx ആരായിരിക്കും മോനെ? dy/dx ഈക്വൽ ടു -99 ഡിവൈഡഡ് ബൈ 101/1/3 ഇൻറ്റു എക്സിൻ്റെ എത്ര? 1. ഇതാണ് നമ്മുടെ dy/dx. അപ്പോൾ dy/dx ഈക്വൽ -99 ഡിവൈഡഡ് ബൈ 101/1/3. പക്ഷേ ആൻസറിൽ അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത് അല്ലേ? ഇതുപോലെയാണ് ആൻസർ കിടക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ആൻസർ. ഇനി അതിനുവേണ്ടി നമ്മൾ തൊട്ട് മണ്ടയ്ക്കോട്ട് പോയാൽ നമുക്ക് കിട്ടുമോനെ? നോക്കിക്കേ, ഇവിടെ ഈ മൈനസിനെ വേണമെങ്കിൽ പുറത്തെടുക്കാം കേട്ടോ. മൈനസ് അകത്തിടണ്ട, പുറത്തിട്ടോട്ടെ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, 99/101/1/3 99/101/1/3 എന്ന് പറഞ്ഞാൽ -5/x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് dy/dx കിട്ടിയിരുന്നത് നോക്കിക്കുക. അപ്പോൾ ഈ മൈനസിനെ അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മൈനസ് ഉണ്ടല്ലോ, മൈനസിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ y/x എന്ന് പറഞ്ഞാൽ -99/101/1/3. അതാണ് നമുക്കിവിടെ കിടക്കുന്നത് കേട്ടോ. -99/101/1/3 എന്നല്ലേ കിടക്കുന്നത്. അതാരാണ് നമുക്ക് കിട്ടിയ ആൻസർ? y/x. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ആരെന്ന് കിട്ടി? y/x. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തിരി ഏറെ പ്രോബ്ലം ആയിരുന്നു ഇല്ലേ? ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു. എന്നാലും കുഴപ്പം ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ, എല്ലാം ക്ലിയർ, എല്ലാം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെടുത്തൊന്ന് നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതി സിംപ്ലിഫിക്കേഷൻ മാക്സിമം നല്ല ഫാസ്റ്റാക്കി വരണം കേട്ടോ. അപ്പോൾ ഇവിടെ y/x കിട്ടിയതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഇവിടെ -y/x ഈക്വൽ 99 ആയിരുന്നു. ഇവിടെ നമുക്ക് ആൻസറിൽ ഒരു മൈനസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മൈനസ് കൂടെ ഉള്ളതുകൊണ്ട് മൈനസ് ആണല്ലോ. ഇവിടെ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്, ഈ മൈനസ് ഇവിടെയാണ് കിടന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് y/x ഈക്വൽ എന്ന് വരുമ്പോൾ മൈനസ് ഇവിടെ വന്നു. അതാണ് ഈ കിട്ടി കിടക്കുന്നത്. അപ്പോൾ ഈ കിട്ടി കിടക്കുന്നതിന് ആരെന്നും കൊടുക്കാം? y/x. അപ്പോൾ എല്ലാവരും ഇത് നോട്ട്ബുക്കിലോട്ട് എഴുതിയിടുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഗുഡ് ബൈ.